വഖഫ് നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ നിർണായക നിരീക്ഷണങ്ങളുമായി സുപ്രീം കോടതി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നാണ് പ്രധാന നിർദ്ദേശം. ഹർജികളിൽ നാളെയും വാദം തുടരും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം. വഖഫ് കൗൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണം. കളക്ടർമാർക്ക് വഖഫ് ഭൂമികളിൽ അന്വേഷണം നടത്താം. എന്നാൽ അന്വേഷണം നടക്കുമ്പോൾ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാകില്ലെന്നും കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ നാളെയും വാദം തുടരും. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമനുസരിച്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാതെ വാദം നാളത്തേക്ക് കൂടി നീട്ടിയത്. പാർലമെന്റ് നിയമത്തിലൂടെ മതാചാരത്തിൽ സർക്കാർ ഇടപെട്ടുവെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. അനുച്ഛേദം 26 ലംഘനമാണ് നടന്നത്. മതപരമായ ആചാരങ്ങൾ ഭരണഘടനാപരമായ അവകാശമാണ്. ആചാരത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിന് എന്ത് അധികാരമെന്നും കപിൽ സിബൽ ചോദിച്ചു. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് നിയമം പാസാക്കിയതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി. വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ 70-ലധികം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.